സുപ്രഭാതം ദിനപത്രം കത്തിച്ചതിന് ന്യായീകരണവുമായി ചന്ദ്രിക. സ്വാഭാവികമായ വിഷമപ്രകടനമെന്ന് വിശദീകരണം. ലീഗിനെ അപരനായി കണ്ട് ശത്രുവിനോടെന്ന പോലെയാണ് സുപ്രഭാതം പെരുമാറിയതെന്ന് ചന്ദ്രിക പറയുന്നു. ലീഗ് സമസ്ത അണികൾക്കിടയിൽ പരമാവധി ഛിദ്രത ഉണ്ടാക്കാൻ സുപ്രഭാതം ആവേശം കാട്ടിയെന്നും ചന്ദ്രിക വിമർശിക്കുന്നു. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നു. ലതീഷ്, LDFിൻ്റെ പരസ്യം പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ് സുപ്രഭാതം ദിനപത്രം കത്തിക്കാൻ ലീഗ് പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. ഇപ്പോൾ ഇതിനെ ന്യായീകരിച്ച് ചന്ദ്രിക വരികയാണ്. ലതീഷ്, ഷമി, വിചിത്രവാദങ്ങളാണ് ഈ ചന്ദ്രിക ലേഖനത്തിൽ ഈ സുപ്രഭാതം പത്രം കത്തിച്ചതുമായി ബന്ധപ്പെട്ടിപ്പോൾ അവർ ഉയർത്തുന്നത്. ലീഗിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ നിസ്സാരവൽക്കരിക്കുന്ന പരിഹാസ റിപ്പോർട്ടുകൾ സുപ്രഭാതത്തിൽ വന്നതായാണ് ചന്ദ്രിക ലേഖനം പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പോരാട്ടം കാപട്യമാണെന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ വാർത്ത ഡെക്കറേറ്റ് ചെയ്യുകയായിരുന്നു സുപ്രഭാതം. അതൊരിക്കലും സതുദ്ദേശപരമായിരുന്നില്ല. സുപ്രഭാതം പത്രം കത്തിച്ചത് രാഷ്ട്രീയവൽക്കരിക്കാനും ലീഗിനെതിരെ രോഷാഗ്നി കത്തിക്കാനുള്ള അവസരമായും സുപ്രഭാതം കണ്ടു. സുപ്രഭാതത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രചാരണം അതിരുവിട്ട നിലയിൽ കാണേണ്ടി വരുമ്പോഴുള്ള മാനസിക വിഷമവും പ്രതിഷേധവുമാണ് സുപ്രഭാതം പത്രം കത്തിക്കലിലേക്ക് എന്ന ഒരു വിചിത്രമായ ന്യായീകരണമാണ് ഈ ലേഖനത്തിലൂടെ ചന്ദ്രിക മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ആരെയോ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി സുപ്രഭാതം നൃത്തം ചെയ്യുകയാണ്. സുപ്രഭാതം പത്രത്തിൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇന്നലെ എഴുതിയ ലേഖനത്തിലേത് വിചിത്രമായ ഉപദേശമാണ് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചന്ദ്രിക ദിനപത്രത്തിന്റെ ഇന്നത്തെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എഴുത്തുകാരനായ ഡോക്ടർ മോയിൻ മലയമ്മയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. എന്തായാലും ഇത് സ്വാഭാവികമായും എഴുത്തുകാരന്റെ തലയിൽ വെച്ച് തടിയൂരാനായിരിക്കും ഇനി ലീഗ് നേതൃത്വം ശ്രമിക്കുക. എന്തു തന്നെയാണെങ്കിലും കഴിഞ്ഞ കുറെ നാളുകളായി തുടരുന്ന ലീഗ് സമസ്ത പ്രശ്നം അത് വാക്കുകളിൽ നിന്നെല്ലാം മാറി പത്രങ്ങളിലെ എഡിറ്റോറിയൽ പേജിൽ ഉൾപ്പെടെയുള്ള ലേഖനങ്ങളിലൂടെ പരസ്പരം കഴിയുന്ന നിലയിലേക്ക് കൂടി വളർന്നിരിക്കുന്നു എന്നാണ് പുതിയ ലേഖനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷമ്മി, ലതീഷ്, ലീഗിൻ്റെ ഒരു സാംസ്കാരികമായ ഒരു മുഖം, അവർക്ക് എപ്പോഴും എഴുത്ത്, വായന അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് താല്പര്യമുണ്ട് എന്ന് പുറമേക്ക് നമ്മളെ ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. പക്ഷേ സുപ്രഭാതം അതും ഒരു ദിനപത്രമാണ്, സാംസ്കാരികമായ ഒരു മുഖമാണ്. അത് കത്തിച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതിനെ ന്യായീകരിക്കാൻ ചന്ദ്രിക തയ്യാറാവുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ ഒരു നിലപാടിന് എതിരായി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ കത്തിക്കുക എന്നുള്ളതിനെ ഏതാണ്ട് ന്യായീകരിക്കുകയാണ് ലീഗ്. തീർച്ചയായും ഈ പറയുന്ന അഭിപ്രായങ്ങൾക്കെല്ലാം മേലെ മുസ്ലിം ലീഗിന് കടുത്ത ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവ് തന്നെ സുപ്രഭാതം പത്രം കത്തിക്കുക എന്ന് പറയുന്നത്. കാരണം ഒരു പത്രം കത്തിക്കുന്ന അത് ലൈവായി ഫേസ്ബുക്കിലും മറ്റും പ്രസിദ്ധിക്കുക, അതിനോട് സ്വാഭാവികമായും മലയാളികൾ യോജിക്കില്ല. ആ ഒരു കാര്യം മറന്നുകൊണ്ടായിരുന്നു ലീഗ് പ്രവർത്തകന്റെ അല്ലെങ്കിൽ ലീഗ് പ്രാദേശിക നേതാവിന്റെ അത്തരം ഒരു പ്രവർത്തനം. അത് വലിയ ദോഷമാണ് ഇവർക്കുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത് വോട്ടിൽ ഉൾപ്പെടെ പ്രതിഫലിച്ചിട്ടുണ്ടാകുമെന്നുള്ള തോന്നൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും ഇന്നലെ നമ്മൾ നൽകിയ വാർത്ത അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള വിമർശനം ഈ സംസ്ഥാന നേതാക്കൾക്കെതിരെ പള്ളിയിലും അതേപോലെ തന്നെ മദ്രസകളിലും ഒന്നും ഇത്തരം ആളുകളെ കയറ്റില്ല എന്നടക്കമുള്ള ശബ്ദ സന്ദേശങ്ങൾ ഈ മുസ്ലിം ലീഗിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിക്കുന്ന ഒരു നില വന്നുപെട്ടത്. എന്തായാലും വലിയ പ്രശ്നത്തിലേക്ക് തന്നെ ഈ സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കം നീങ്ങുന്നത് തന്നെയാണ് ഈ ലേഖനത്തിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഷമി, തീർച്ചയായും രതീഷ്, ചെറുത്തുനിൽപ്പിനെ ദുർബലപ്പെടുത്തരുത് എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. ലീഗ് എന്ത് ചെറുത്തുനിൽപ്പ് ആണ് നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ എല്ലാം കൃത്യമായ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ധാരണ എല്ലാവർക്കും അത് സംബന്ധിച്ചുണ്ട് താനും.